a professional musician and Kerala Mappila Kala Government Arts Tribe. He is an ex-Faruqian too. Rashid Mogam, Mappila Kala Rangate Shraddhayan, 2023 ഭാരതീയ ദളിത് സാഹിത്യ അക്കാദമി ഡോക്ടർ B.R. അംബേദ്കർ പുരസ്കാരം കരസ്ഥമാക്കിയ മാപ്പിള കലാരംഗത്തെ ആദ്യത്തെ വ്യക്തി. വർഷങ്ങളായി മാപ്പിള കളകളായ മാപ്പിളപ്പാട്ട്, വട്ടപ്പാട്ട്, ദഫുകൊട്ട്, അറബനമുട്ട്, കോൽക്കളി, ഒപ്പന എന്നീ കലാരൂപങ്ങളിൽ പഠനം നടത്തുകയും കലാപഠന ക്ലാസുകൾക്ക് നേതൃത്വം നൽകുകയും ചെയ്തു വരുന്നു. He served as the judges for sub-district, CBSE youth festivals, zone interzone campus festivals, Kusat Polytechnic festivals, Kalolsavam, Mappila songs, and also served TV reality shows. He is also a winner of interzone Mappila songs and Andakshari. He is also a research scholar in work selected with Arabic and Sufi tradition. He is also a winner of several prestigious awards, including Mappila Kala Vajra Jubilee Fellowship under Kerala Government Cultural Department. He is the state executive member of Kerala Mappila Kala Academy and state joint secretary of Ishal Tanima, vice president of Mappila Kala Malappuram chapter, district president of Kerala Mappila Kala Academy, Ishal Kootam, etc. So let's invite the icon of the day, Mr. Rashid Mogam, to inaugurate the function. Guys, put your hands together for our icon, chief guest of the day, Rashid Mogam. ഇങ്ങനെ പറഞ്ഞാൽ എനിക്കെന്നെ അറ്റാക്ക് ഇവിടെ അധ്യക്ഷ ഭാഷണം നിർവഹിച്ച നിങ്ങളുടെ പ്രിയപ്പെട്ട പ്രിൻസിപ്പൽ, അതുപോലെ വേദിയിലിരിക്കുന്ന PTA പ്രസിഡന്റ്, യൂണിയൻ ഭാരവാഹികൾ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, അധ്യാപകർ, NAO കോളേജിൻ്റെ ആർട്സ് ഫെസ്റ്റിനോടനുബന്ധിച്ച് ആണ് ഇന്ന് ഇങ്ങോട്ട് ക്ഷണം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ എനിക്കുണ്ടായ രണ്ട് സന്തോഷം എന്ന് പറയുന്നത്, ഒന്ന് +1ഉം +2ഉം ഞങ്ങൾ ഒരുമിച്ചായിരുന്നു പഠിച്ചത്. ആളെ പറയേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളുടെ നൗഷിദ മിസ്, അന്നേ നൗഷിദ മിസ്സിൻ്റെ ഇംഗ്ലീഷ് ഞങ്ങൾക്ക് കേട്ടൂടാ, അന്നേ ഇംഗ്ലീഷാണ്. അപ്പം ഞാൻ എൻ്റെ ബയോഡാറ്റൊക്കെ എപ്പോഴത് ഇംഗ്ലീഷിലാക്കി എന്നുള്ളത് പോലും എനിക്കറിയില്ല. ഏതായാലും അന്നത്തെ ആ ഒരു കാലഘട്ടമൊക്കെ ഇങ്ങനെ ഓർമ്മിച്ചു പോവുകയാണ്. അന്നൊക്കെ നമ്മുടെ ക്ലാസ്സിലൊക്കെ നമ്മളൊക്കെ കാര്യമായിട്ട് ഇത്തരം പരിപാടികളിൽ മാത്രമാണ് പങ്കെടുക്കാറുള്ളത്. അതുപോലെ തന്നെ മറ്റൊരാൾ, പ്രിയപ്പെട്ട എൻ്റെ കൂടെ ഞങ്ങളൊക്കെ ക്രിക്കറ്റൊക്കെ ഒരുമിച്ച് കളിച്ച് നടന്ന ആളുകളായിരുന്നു ജാഫർ സാറ്. ജാഫർ മാഷ് ഇവിടുത്തെ അധ്യാപകനാണെന്ന് ഞാൻ നേരം വെളുത്തപ്പോഴാണ്. ഞാനിത് നിങ്ങൾ അയച്ചെന്ന് പോസ്റ്റർ പിന്നെ സ്റ്റാറ്റസ് ആക്കിയ സമയത്തുണ്ട് ജാഫർ വിളിക്കുന്നത്, അല്ല ചെങ്ങായി ഇതൊന്നും അവിടെയാണോ? എവിടെ? അല്ല ഞാൻ പഠിപ്പിക്കുന്ന കോളേജാണല്ലോ. അത് ശരിക്കും അവിടെയായിരുന്നു ചോദിച്ചു. അപ്പോൾ ഇവിടെ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നൗഷിദ മിസ് എന്നെ 2-3 ദിവസം മുമ്പേ വിളിച്ചിട്ടുണ്ടായിരുന്നു, കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ നമ്മുടെ ആർട്സ് ഫെസ്റ്റ് ഉണ്ട്, അതിൻ്റെ ഒരു ഇനാഗുറേഷൻ്റെ ഭാഗമായിട്ട് വരണമെന്നൊക്കെ. ഏതായാലും ഇങ്ങനെ രണ്ട് വ്യക്തികൾ ഒക്കെ നമ്മുടെ കൂടെ പഠിച്ച ആളുകളായപ്പോൾ ഒന്നും കൂടി എന്താ പറയുക ഇരട്ടിയായി മതി. പക്ഷേ ഇവർക്കൊക്കെ ഉള്ളൊരു പ്രത്യേകത, അവർ പഠിച്ച് എന്താ പറയുക ഇങ്ങനെ ഒരു HOD ആയി എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ തന്നെ ഞെട്ടിപ്പോയി. നൗഷിദ മിസ് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ HOD ആണത്രേ. ജാഫർ മാഷ് കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ HOD അല്ലല്ലോ, ആണോ? അപ്പോൾ ഏതായാലും കാരണം ഞാനൊക്കെ 10ാം ക്ലാസ് പൊട്ടിയ ആളാണ്. ഞാൻ +2 കഷ്ടിച്ച് കഴിച്ചിരായത്. അതൊക്കെ നൗഷിദാക്കറിയാം. ഞങ്ങളൊക്കെ എങ്ങനെങ്കിലൊക്കെ കോപ്പി അടിച്ച് എവിടെയെങ്കിലൊക്കെ ഒന്ന് പാസ്സായി കിട്ടിയാൽ മതി നിങ്ങൾ. പക്ഷെ ഇവരങ്ങനല്ല, ഇവർ നേരത്തെ ഒരുങ്ങി വരും. അങ്ങനെ കുറച്ച് ആളുകളോട് നമുക്കൊരു പ്രത്യേകമായിട്ടുള്ളൊരു ദേഷ്യം തോന്നൂലേ, ആ കൂട്ടത്തിൽ പെട്ടതായിരുന്നു നൗഷിദ മിസ്സൊക്കെ. ഏതായാലും ഇങ്ങനെ പിന്നെ നിങ്ങളുടെ ഈ ഒരു പരിപാടിയിലേക്ക് വരാൻ സാധിച്ച്, നിങ്ങളെ കാണാൻ സാധിച്ച് ഒക്കെ ഒരുപാട് സന്തോഷമുണ്ട്. ഞാനിങ്ങോട്ട് കയറി വന്ന സമയത്ത് തന്നെ നല്ല ട്രഡീഷണൽ മാപ്പിളപ്പാട്ടുകൾ, എൻ്റെ ഫീൽഡുമായി ബന്ധപ്പെട്ട മാപ്പിളപ്പാട്ടുകളാണ് കേൾക്കുന്നത്.
സുഹൃബത്തൂലൊക്കെ ഇവിടെ ഒരുപാട് ആളുകൾ പാടി, വീരക്കുരുഹംസ പാടി. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് പാട്ടുകൾ. അതുപോലെ വന്നപ്പോൾ തന്നെ നല്ല മനോഹരമായ ശബ്ദമുള്ള കുട്ടികളൊക്കെ ഞാനിവിടെ കണ്ടു. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഇവിടുത്തെ യൂണിയൻ ഭാരവാഹികളും കൂടി പ്രത്യേകമായി ശ്രദ്ധിച്ച് ഇവരൊക്കെ ഒന്ന് അഡ്രസ്സ് ചെയ്യപ്പെടണം എന്നതാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. കാരണം നല്ല മനോഹരമായ ശബ്ദമുള്ള കുട്ടികളെ പാട്ടുകൾ അവിടെ കുറച്ച് നേരം ഇരുന്നപ്പോൾ ഞാൻ ഇങ്ങനെ ശ്രദ്ധിക്കുകയുണ്ടായി. അപ്പോൾ സുഹൃബത്തൂലൊക്കെ ഇവിടെ പാടി. സുഹൃബത്തൂൽ നിങ്ങൾ കേട്ടില്ലേ? ഷജറുകൾ തരമാൽ സലാമിൻ്റെ. ഇവിടെ പാടിയ ആട് സലാമിൻ്റെ എന്നൊക്കെ പാടിയത്. അതൊക്കെ അപ്പോൾ ഞാൻ ഇതിങ്ങനെ കേൾക്കുന്ന സമയത്ത് നമ്മൾ വിധികർത്താക്കളുടെ കണ്ണുകൊണ്ടാണ് ഇത് കാണുന്നത്. അപ്പോൾ അതിലൊക്കെ ഒരുപാട് തെറ്റുകൾ അവിടെ ഇരുന്നപ്പോൾ വീരക്കരുഹംസക്ക് വീരക്കുരുഹംസ എന്നൊക്കെ പാടിക്കഴിഞ്ഞാലൊക്കെ അതിൽ ഞങ്ങളെ കുറ്റപ്പെടുത്തി പറയല്ലോ കേട്ടോ, അങ്ങനെ വിചാരിക്കരുത്. അങ്ങനെയൊക്കെ ഉണ്ട് ചില വേദികളിലൊക്കെ പോകുമ്പോൾ ഒന്നും പറയാൻ പറ്റാത്തൊരു പോലെ അപ്പോൾ ഇതിനെടുത്ത് എന്തെങ്കിലുമൊക്കെ എറിഞ്ഞാളും, അങ്ങനെയൊക്കെ ചില അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള വേദികളൊക്കെ നിങ്ങൾക്കൊരു സുവർണ കാലഘട്ടമാണ്. കലാലയ കാലം എന്ന് പറയുന്നത് നമുക്കൊക്കെ ഏറ്റവും എന്താ പറയുക, മനസ്സിൽ ഓർത്തിരിക്കുക. നിങ്ങളുടെ പ്രിൻസിപ്പിൾ സൂചിപ്പിച്ച പോലെ തന്നെ അത് എന്നും മനസ്സിൽ ഉണ്ടാകുമെന്നില്ല. പക്ഷെ നമുക്കൊക്കെ ഏറ്റവും വലിയൊരു നഷ്ടബോധം അത് തന്നെയാണ്. കാരണം നമ്മളൊക്കെ കോളേജുകളിൽ അതുപോലെ പോകുന്നത് തന്നെ ഈ ആർട്സ് വരുമ്പോൾ, സ്പോർട്സ് വരുമ്പോൾ, വല്ല യൂണിയൻ ബന്ധപ്പെട്ട പരിപാടികൾ വരുമ്പോൾ, അങ്ങനെയുള്ള കോളേജ് ഡേ വരുമ്പോൾ തുള്ളാനും ചാടാനും മാത്രം പോകുന്നൊരു കാലം. പക്ഷേ ഇന്നതൊക്കെ മാറി പഠനത്തോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള കലാ സാംസ്കാരിക രംഗങ്ങളെയൊക്കെ വളർത്തി പരിപോഷിപ്പിച്ചെടുക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നത് കലാലയങ്ങളാണ് എന്നത് അഭിമാനപൂർവ്വം നമുക്ക് പറയാൻ കഴിയും. അതിൻ്റെ ഏറ്റവും വലിയ ഉത്തമ ഉദാഹരണമാണ് ഇവിടെ കയറി വന്നപ്പോൾ കേട്ട മാപ്പിളപ്പാട്ടുകളൊക്കെ. വളരെ മനോഹരമായിട്ട് അതിൻ്റെ ട്രഡീഷണൽ പാട്ടുകൾ ഞാൻ അങ്ങനെ കേൾക്കായിരുന്നു. ആരെങ്കിലും വേറെ കുഞ്ചൻ്റെ പൈങ്കിളി പാടുന്നുണ്ടോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പാട്ടുകളൊക്കെ പാടുന്നുണ്ടോ? ആരെയും അങ്ങനെ പാടിയില്ല. ഞാൻ വന്നപ്പോൾ സമയത്ത് തുടങ്ങി, അതിന് മുമ്പ് ആരെയും പാടിപ്പോയെന്നുള്ള എനിക്കറിയില്ല. അപ്പോൾ ഏതായാലും ഇങ്ങനെയുള്ള ഒക്കെ കലാപരമായിട്ടുള്ള ഞാനൊക്കെ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഞാനിപ്പോൾ സൂചിപ്പിച്ചു ഞാൻ 10ൽ തോറ്റ ഒരാളാണ്. പക്ഷെ 10ൽ തോറ്റ സമയത്ത് എന്നെ ചേർത്ത് പിടിക്കാൻ ഒരു അധ്യാപകൻ ഉണ്ടായിരുന്നു, അനൂപ് സർ. അദ്ദേഹം മരണപ്പെട്ടു പോയി. മുറിയൂർ സ്കൂളിലായിരുന്നു ഞാൻ പഠിച്ചിരുന്നു. അങ്ങനെ 10ൽ പൊട്ടി. ഞങ്ങൾ 3 പേരാണ് 10 തോറ്റത്. ഈ തോറ്റ സമയത്ത് ഞങ്ങളെ മേത്തുകൻ എല്ലാ ആളുകളും ഇങ്ങനെ ഭയങ്കര എന്താ പറയുക ദേഷ്യത്തോട് കൂടി ഒരു സ്കൂളിൻ്റെ 100% നഷ്ടപ്പെടുകയാണല്ലോ. ഞങ്ങൾ 3 ആളുകൾ തോറ്റോടുകൂടി അത് 99 പോയിന്റ് എത്രയോ ആയി മാറി. അതോടുകൂടി അതെന്തായി, നമ്മൾ ഈ 3 പേരെ മാത്രം പ്രത്യേകം ഫോക്കസ് ചെയ്യാൻ ചില അധ്യാപകർ ആരാ പൊട്ടിയത്. ജയിച്ച ആളുകൾക്കൊക്കെ അന്ന് ഭയങ്കര സ്വീകരണം. പക്ഷെ അന്ന് എനിക്കൊരു അനൂപ് സർ, അദ്ദേഹം മരണപ്പെട്ടു പോയി ഈ കൊറോണ സമയത്തായിരുന്നു. അപ്പോൾ അദ്ദേഹത്തൊക്കെ ഞാൻ ഈ സമയത്ത് ഓർക്കുക. കാരണം അന്ന് അദ്ദേഹം സാരില്ലടാ പോകാൻ പറയും, ഉച്ചയ്ക്ക് ചിലപ്പോൾ പാടിയിട്ട് കഴിച്ചില്ലാവും. അദ്ദേഹം പറഞ്ഞ ആ ഒരു പൊരുളായിരിക്കാം ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഈ വേദിയിൽ ഈ പ്രസംഗപീഠത്തിൽ ഞാൻ ഇങ്ങനെ നിന്ന് സംസാരിക്കുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ ആ ഒരു വാക്കായിരുന്നു. ഞാൻ എൻ്റെ വാപ്പ വരെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനി മതി പഠിപ്പൊക്കെ നിർത്തിയേക്ക്, വേറെ വല്ല പണിക്ക് പോയിക്കോ എന്ന് വരെ പറഞ്ഞ സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് പാടാനുള്ള ഒരു കഴിവ്, അല്ലെങ്കിൽ നമുക്ക് ഈ മേഖലയിൽ പ്രാവീണ്യം തെളിയിക്കാനുള്ള ഒരു അവസരം കിട്ടിയപ്പോഴാണ് യഥാർത്ഥത്തിൽ അതുമായി മുന്നോട്ട് പോയത്. പിന്നെ ഞാൻ പോയത് നേരെ കൊട്ടുക്കര സ്കൂളിലാണ്. പാടാൻ കഴിയുമെന്നുള്ള കൊട്ടുക്കര സ്കൂളിൽ +1 അങ്ങനെ ഘട്ടകാലത്തിന് +1 +2 ആണല്ലോ. +2 പഠിക്കുന്ന ആളുകൾക്ക് സംബന്ധിച്ച് +1 ആളുകൾ വരുന്ന സമയത്ത് റാഗിങ് ഒക്കെ ഉണ്ടാവും അല്ലേ, സ്വാഭാവികമാണ്. അപ്പം നമ്മളൊക്കെ ഈ കോണിപ്പടിയൊക്കെ കയറുമ്പോൾ കുടുക്കൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ കയറി പോവുക. അപ്പോൾ ഓരോരുത്തർ +2കാർ വന്നിട്ട് ധാരാളാജി കുടുക്കറ എന്നൊക്കെ പറഞ്ഞാണ്ട് കൊടുക്കുക. അങ്ങനെ സഹി കെട്ട് ഒരാഴ്ചയോളം ക്ഷമിച്ച് അങ്ങനെ അവസാനം ഒരാളെ മൂന്നിട്ട് ഞാൻ കോമ്പസ് കൊണ്ട് താങ്ങിയിട്ട് പിന്നെ അവിടുന്ന് ഇറങ്ങി. അങ്ങനെയാണ് അനൗഷിത മിസ്സിൻ്റെ കൂടെ പഠിക്കാൻ ഒക്കെ വന്നത്. അങ്ങനെയാണ് MACയിൽ എത്തുന്നത്. അപ്പം അങ്ങനെയൊക്കെ അത് അന്നത്തെ ഒരു കാലം. അത് കരുതി ആരും പോയി കോമ്പസ് കൊണ്ടൊന്നും കുത്താൻ നിൽക്കരുത്, നമ്മൾ വന്ന ഒരു വഴി. പക്ഷെ അന്ന് മുതൽ നമ്മൾ എന്ത് ചെയ്യുക, എല്ലാ ആളുകളുടെ കണ്ണിലും വേറൊരു അധ്യായം മാറി. പക്ഷെ എന്താ നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു പാഷൻ. ഫറൂഖ് കോളേജിൽ ഞാൻ പറഞ്ഞു ഡിഗ്രി +2 കഴിഞ്ഞു, ഡിഗ്രി പഠിക്കാൻ വേണ്ടി പ്രിയദർശിനി ആർട്സ് ആൻഡ് സയൻസ് കോളേജിലേക്ക് പോയി. അവിടെ നിന്നുകൊണ്ട് ഈ മാപ്പിള കലകൾ, വട്ടപ്പാട്ട്, ഒപ്പന, ദഫ്മുട്ട്, അറബനമുട്ട്, കോൽക്കളി, ഇങ്ങനെ മാപ്പിള കലകളുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളും കൈകാര്യം ചെയ്തത് കൊണ്ട്
ചെയ്തുകൊണ്ടായിരിക്കാം ഇന്ന് അത്യാവശ്യം ഈ മേഖലയിൽ തന്നെ നമുക്കൊരു കേരള ഗവൺമെൻറ്റിൻ്റെ ഫെലോഷിപ്പും കേന്ദ്ര സർക്കാരിൻ്റെ അംബേദ്കർ പുരസ്കാരവും ഒക്കെ വാങ്ങാൻ സാധ്യമായത് നമ്മൾ ആ വന്ന പാഷൻ മാത്രമായിരിക്കാം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലെങ്കിൽ പഠനം കൊണ്ട് ഞാനൊന്നും നേടിയിട്ടില്ല കേട്ടോ. ഫറൂഖ് കോളേജിൽ പോലും 55% മാർക്ക് വെയിറ്റ് വാങ്ങി പോയ ഒരാളാണ്. കാരണം ഗ്രേസ് മാർക്കിൻ്റെ ബലത്തിൽ. അപ്പോൾ അതുകൊണ്ടാണ് ഇന്നിപ്പോൾ ക്യാമ്പസുകളിലാണെങ്കിൽ പോലും പ്രത്യേകമായിട്ട് കുട്ടികളെ കഴിവുകൾ, എക്സ്ട്രാ ആക്ടിവിറ്റീസ് എന്താണോ അവർക്കുള്ളത് അതാണ് എല്ലാവരും എന്ത് ചെയ്യുന്നത്, കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. എല്ലാവരും നോക്കുന്നത് അത് തന്നെയാണ്. അത് സീറ്റ് ആർക്കെങ്കിലും കൊടുക്കുകയാണെങ്കിൽ തന്നെ സ്പോർട്സ്, ഫുട്ബോൾ കളിക്കുന്ന ആളുകൾക്ക് പ്രത്യേകമായ സാഹചര്യമുണ്ട്. ക്രിക്കറ്റ് ആവട്ടെ, ഏത് നിഖില മേഖലകളിൽ കഴിവ് പ്രാവീണ്യം തെളിയിക്കുന്ന ആളുകൾക്കാണ് ഇന്ന് സാഹചര്യങ്ങളും സാധ്യതകളും ഏറ്റവും കൂടുതലുള്ളത്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ അത്തരത്തിലുള്ള നല്ല പരിപാടികളൊക്കെ നിങ്ങളുടെ കൂട്ടത്തിലൊക്കെ നല്ല പാടാൻ കഴിവുള്ള ആളുകൾ, പ്രസംഗിക്കാൻ കഴിവുള്ള ആളുകൾ, അതല്ലെങ്കിൽ എഴുതാൻ, രചിക്കാൻ, മറ്റു പല മേഖലകളും, ഇപ്പോൾ ഫുട്ബോൾ കളിക്കാൻ, അങ്ങനെയുള്ള അതൊക്കെ വേണം, എല്ലാം വേണം. അതിൻ്റെ കൂടെ നിങ്ങൾ വിദ്യാഭ്യാസം കൂടി കൊണ്ടുപോയിക്കോളി. കാരണം വിദ്യാഭ്യാസത്തിൻ്റെ ഒരു പ്രാവീണ്യം എത്രത്തോളം അത് ഞാനിപ്പോൾ ഒന്ന് മനസ്സിലാക്കിയ ഒരാൾ കൂടിയാണ്. കാരണം കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരാൾ മാപ്പിളപ്പാട്ടിനെ കുറിച്ച് പഠനം നടത്താൻ വേണ്ടി എൻ്റെ പുരയ്ക്ക് വന്നു. ഇംഗ്ലീഷ് അറിയാത്തതുകൊണ്ട് ഞാൻ ആകെ നട്ടം കറങ്ങുന്നതാണ്. അവസാനം BSMO കോളേജിൽ ഒരാളെ ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടി വിളിച്ചു കൊണ്ടുവന്ന് ഇരുത്തിയിട്ടാണ് ഞാൻ എന്ത് ചെയ്ത് ഇത് പറഞ്ഞു കൊടുത്തത്. അപ്പം അത്രയും സാധ്യതകളുടെ ഒരു മേഖലയാണ് യഥാർത്ഥത്തിൽ ഇത്തരം മേഖല. ഏത് സാഹിത്യമാവട്ടെ, കലകളാവട്ടെ, ഏതും നിങ്ങൾക്ക് നിങ്ങളുടെ അവസരങ്ങളെ പ്രയോഗിക്കാനുള്ള ഏറ്റവും വലിയൊരു വേദിയായി നിങ്ങളതിനെ കാണണം എന്നതാണ് ഈ അവസരത്തിൽ നിങ്ങളോട് എനിക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത്. ഏതായാലും ഒരു 1-2 പാട്ടൊക്കെ പാടി ഞാൻ അഡ്വാൻസ് ആയിട്ട് പറയുകയാണെങ്കിൽ പരിചയപ്പെടുത്തിയതുണ്ടാവും. മാപ്പിളപ്പാട്ട് മാത്രമാണ് ഇപ്പോൾ എല്ലാവരും പാലാപ്പള്ളി, നീരുപ്പള്ളി ഇതിൻ്റെ ഒക്കെ ഒരു കാലത്ത് ജീവിക്കുന്നില്ലേ. എൻ്റെ അമ്മയുടെ ജിമിക്കി കമ്മൽ, അപ്പം കട്ടുകൊണ്ട് പോയ പാട്ടുകളൊക്കെയാണ് ഇന്ന് പല ആളുകളും ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാനിതിൽ നിന്നൊരു വ്യത്യസ്ത കാറ്റഗറിയാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം ഈ താഷ്ക് എന്ന് പറയുന്ന ഒരു മാഷപ്പ് സോങ്ങുകൾ, പാട്ടുകളുടെ പഴയ പാട്ടുകളും പുതിയ പാട്ടുകളും ഒക്കെ കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു മാഷപ്പ് ഗാനത്തിൽ ഒരു സീരീസിലൂടെയാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെ സോഷ്യൽ മീഡിയ രംഗത്തേക്ക് സജീവമായി കടന്നു വന്നത്. അപ്പോൾ അതിലുള്ള കുറച്ച് പാട്ടുകൾ, അങ്ങനെ ബന്ധപ്പെട്ട മാപ്പിളപ്പാട്ടുകൾ മാത്രമാണ് ഞാൻ. പിന്നെ എൻ്റെ പെങ്ങളൊക്കെ ഇവിടെയാണ് പഠിക്കുന്നതെന്നൊക്കെ ഞാൻ നേരം വെളുത്തപ്പോഴാണ് അറിഞ്ഞത്. പിന്നെ അതുപോലെ ഇവിടെ ഉണ്ട്. ഏത് ഡിപ്പാർട്ട്മെൻറ്റാണെന്നും എനിക്കറിയില്ല, പേരും അറിയില്ല. ഞങ്ങളൊക്കെ ഫിനൂന്നായിരുന്നു വിളിച്ച്. ഇനി അത് വിളിച്ചിക്കാണ്ട് കളിയാക്കാൻ നിൽക്കേണ്ട ഇവിടെ ഒരു മൂലക്കലുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും നിങ്ങളുടെ ഈ ഒരു പരിപാടിയിലേക്ക് വരാൻ സാധിച്ചതിലും നിങ്ങളൊക്കെ കാണാൻ സാധിച്ചതിലും ഒരുപാട് സന്തോഷമുണ്ട്. പ്രത്യേകമായിട്ട് ഈ ഒരു വേദി വളരെ മനോഹരമായിട്ട് തന്നെ നിങ്ങൾ അലങ്കരിച്ചിട്ടുണ്ട്. അതിന് പ്രത്യേകമായി ഇതിൻ്റെ യൂണിയൻ ഭാരവാഹികൾ, ബന്ധപ്പെട്ട നേരത്തെ അധ്യാപകരൊക്കെ പ്രത്യേകം എടുത്തു പറഞ്ഞു. നിലയ്ക്ക് പല അധ്യാപകരും രാത്രിയിലൊക്കെയാണ് ഇവിടെ വീട്ടിലേക്ക് പോയത് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ നമ്മുടെ നിങ്ങളോടുള്ള ഏറ്റവും വലിയ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു നിമിഷം കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു മേഖലയിൽ നിങ്ങൾക്ക് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നിങ്ങളുടെ കലാമത്സരങ്ങളൊക്കെ നടക്കാനുണ്ട്. നല്ല രീതിയിൽ ഇപ്പോൾ സീസോൺ മത്സരങ്ങളൊക്കെ തുടങ്ങാനുണ്ട്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇലക്ഷൻ കഴിഞ്ഞാൽ അതും ആരംഭിക്കും. അപ്പോൾ ഇവിടെ നിന്നൊക്കെ നല്ല പ്രതിനിധീകരിച്ച് പങ്കെടുക്കാൻ പറ്റിയ നല്ല കഴിവുള്ള കുട്ടികൾ ഉണ്ട് എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് ഇത്തരം മേഖലകളിലേക്കൊക്കെ നിങ്ങളുടെ ശ്രദ്ധ പോകണം. നല്ല രീതിയിൽ മത്സരിച്ച് എല്ലാ തരത്തിലും അഡ്രസ്സ് ചെയ്യപ്പെടാൻ സാധിക്കുന്ന തരത്തിൽ മാറട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ ഈ MIO കോളേജിൻ്റെ ആർട്സ് ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്ക് നന്ദി. ജയ് ഹിന്ദ്.